സദൃശവാക്യത്തിൻ്റെ പഠനം നാം തുടരവേ തലമുറ തലമുറയായി സദൃശവാക്യങ്ങൾ എത്രമാത്രം സ്വാധീന ശക്തിയുള്ള സന്ദേശങ്ങളാണ് എന്ന് നാം തിരിച്ചറിയുകയാണല്ലോ. കാലം ഒരുപാട് കഴിഞ്ഞിട്ടും ഇന്നും വളരെ പ്രസക്തമായ ജ്ഞാനസൂക്തങ്ങളായി സദൃശവാക്യങ്ങൾ നിലനിൽക്കുകയാണ്. അല്പസമയം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായി സദൃശവാക്യങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. ഒരിക്കൽ കൂടി ഈ സദൃശവാക്യം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. ശാന്ത മനസ്സിനെയും അസൂയയെയുമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ശാന്ത മനസ്സിൻ്റെ ഏറ്റവും മനോഹരമായ ഗുണം അത് ജീവദായകമാണ്. അത് ദേഹത്തിന്, ശരീരത്തിന് ഉൾപ്പെടെ നന്മയ്ക്ക് കാരണമാണ്. അസൂയയാകട്ടെ ഉള്ളിനെ അഴുകി അകറ്റുന്ന അവസ്ഥ, മജ്ജയും മാംസവും അസ്ഥികളും ദ്രവത്വത്തിലേക്ക് നയിക്കുന്ന അനുഭവം. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെയാണ് ഇന്ന് അല്പസമയം നാം ഒരുമിച്ച് ധ്യാനിക്കുക. മനസ്സിൻ്റെ കടിഞ്ഞാൺ ജീവിതഗതിയെ തന്നെ ബാധിക്കും. മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. വ്യത്യസ്തങ്ങളായ സമ്മർദ്ദങ്ങളുടെ മധ്യേ മനുഷ്യർ ജീവിക്കുമ്പോൾ സാധാരണ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥ, ശാന്ത മനസ്സ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ മനസ്സുകളുണ്ടോ? സ്നേഹിതരെ, ചിലരുടെ മനസ്സിനെ പ്രക്ഷുബ്ധമായ മനസ്സ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാറ്റത്ത് കടലിൽ തിരമാല ഇളങ്ങുന്നത് പോലെ ഇളകി മറിയുന്ന മനസ്സുമായി ജീവിക്കുന്ന, ഉരുകുന്ന മനസ്സുമായി ജീവിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമുണ്ട്. ചിലരുടെ മനസ്സ് ആശങ്കാ നിർഭരമായ മനസ്സാണ്. അടുത്ത നിമിഷത്തെക്കുറിച്ച് ഭയാശങ്കകളോടെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ. ഇന്നിൻ്റെ യാഥാർത്ഥ്യങ്ങളെ, നാളെയുടെ യാഥാർത്ഥ്യങ്ങളെ ആശങ്കയോടെ കാണുന്നവർ, ഇന്നലെയുടെ പരിണിത ഫലങ്ങളെ ആശങ്കയോടെ കാണുന്നവർ. ചിലരുടെ മനസ്സ് സമ്മർദ്ദത്തിൽ ആഴ്ന്നു പോകുന്ന മനസ്സാണ്, സംഘർഷഭരിതമായ മനസ്സാണ്. ചിലരുടെ മനസ്സാകട്ടെ നിരാശാനിർഭരമാണ്. ഒന്നിനും ശ്രദ്ധിക്കുവാൻ കഴിയാതെ ശ്രദ്ധ വ്യതിചലിച്ചു പോകുന്ന മനസ്സ്. ചിലരുടെ മനസ്സ് ഭയചകിതമായ മനസ്സാണ്. ചിലരുടെ മനസ്സാകട്ടെ എപ്പോഴും ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന കുഴഞ്ഞ ചേറിനെ പോലെ കുഴഞ്ഞു മറിഞ്ഞ മനസ്സുമായി ജീവിക്കുന്ന എത്രയോ പേർ. മറുവശത്ത് കരുണാസാന്ദ്രമായ മനസ്സോടുകൂടി അപരന്റെ കണ്ണുനീരൊപ്പുവാനായി ഇറങ്ങിത്തിരിക്കുന്ന അനവധി പേർ. ഉല്ലാസ മനസ്സോടുകൂടി, സന്തോഷ മനസ്സോടുകൂടി ആനന്ദചിത്തരായി ജീവിക്കുന്ന ഒരുപാട് പേർ. ക്രിയാത്മക മനസ്സോടുകൂടി ജീവിതത്തെ ക്രിയാത്മകമാക്കി മാറ്റുന്ന അനവധി പേർ. അതുപോലെ തന്നെ ആ ശ്രേണിയിൽ ഏറ്റവും ശ്രദ്ധേയമാണ് ശാന്തമായ മനസ്സ്. ജീവദായകമായ ഈ ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ശാന്തത അത് ശരീരത്തിന് ജീവദായകമാണ്. മനസ്സും ശരീരവും ഇണവഴിഞ്ഞു നിൽക്കുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. സംഘർഷഭരിതമായ മനസ്സ് ശരീരത്തെ രോഗാതുരം ആക്കുന്നത് പോലെ
ശാന്തമായ മനസ്സ് ശരീരത്തെ, ദേഹത്തെ ജീവൻ നിറയുന്ന അനുഭവമാക്കി മാറ്റുന്നു. മാനസിക സ്വാസ്ഥ്യം വൈകാരിക സ്വാസ്ഥ്യത്തിലേക്കും വഴിതെളിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജീവദായകം എന്ന് പറയുമ്പോൾ ശാന്തമായ മനസ്സ് ശരീരത്തിന് നല്ലതാണ്, അത് ആരോഗ്യത്തിന് നല്ലതാണ്, അത് വികാരങ്ങൾക്ക് നല്ലതാണ്, അത് ബന്ധങ്ങൾക്ക് നല്ലതാണ്. എന്തൊക്കെയാണ് ശാന്ത മനസ്സിൻ്റെ ഗുണഗണങ്ങൾ? ശാന്ത മനസ്സ് ആഗ്രഹിക്കുന്ന നാം എല്ലാവരും അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്നത് ഉചിതമായിരിക്കും. പലപ്പോഴും ശാന്ത മനസ്സിൻ്റെ ഏറ്റവും നല്ല പ്രതിഫലനം നമ്മുടെ പ്രതികരണങ്ങളിലാണ്. എടുത്തുചാടി പ്രതികരിക്കാതെ ഏതൊരു സാഹചര്യത്തെയും വ്യക്തമായി അവലോകനം ചെയ്ത് സമഗ്രമായി ചിന്തിച്ച് എടുത്തുചാട്ടമില്ലാതെ മിതത്വമായി പ്രതികരിക്കുവാൻ, മിതത്വത്തോടെ പ്രതികരിക്കുവാൻ ശാന്ത മനസ്സുള്ളവർക്ക് എപ്പോഴും കഴിയുന്നു. അതുകൊണ്ട് തന്നെ ജീവദായകമായ അനുഭവമായി അത് മാറുകയും ചെയ്യുന്നു. പ്രതികരണങ്ങൾ സംഘർഷ മനസ്സുകളിൽ നിന്നാണ് പലപ്പോഴും പ്രക്ഷുബ്ധത നിറഞ്ഞതായി മാറുന്നത്. അതിൻ്റെ ഭവിഷ്യത്തുകൾ പലപ്പോഴും നാം ചിന്തിക്കുന്നതിനും അതീതമാണ്. ശാന്ത മനസ്സുള്ളവർക്ക് എപ്പോഴും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കും എന്ന് നാം ശ്രദ്ധിക്കണം. തീരുമാനമെടുക്കുവാനുള്ള പാഠവും ശാന്ത മനസ്സ് നമുക്ക് നൽകുന്ന അനുഭവമാണ്. ജീവിതത്തിൽ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ ശാന്ത മനസ്സ് നമ്മെ സഹായിക്കുന്നു. പലപ്പോഴും മനസ്സ് പ്രക്ഷുബ്ധമാകുമ്പോൾ, ആശങ്കയും ഭയവും നിറഞ്ഞതാകുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ജീവിതം ശ്രദ്ധയില്ലാത്തതായി മാറുന്നു, ഒരു ഫോക്കസ് ഇല്ലാത്തതായിട്ട് മാറുന്നു. എന്നാൽ ശാന്ത മനസ്സ് നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ശ്രദ്ധാകേന്ദ്രം നൽകുകയും ഫോക്കസോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടാത്ത ഒരു ജീവിത ക്രമത്തിലേക്ക് അത് വഴിതെളിക്കുകയും ചെയ്യുന്നു. സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് താളം തെറ്റാതിരിക്കുമ്പോൾ പലപ്പോഴും ശാന്ത മനസ്സ് ജീവദായകമായി മാറുന്നു. ശാന്ത മനസ്സിൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങളിലൊന്ന്, ശാന്ത മനസ്സുള്ളവർക്ക് ശക്തമായ ബന്ധങ്ങളെ നിലനിർത്തുവാനായിട്ട് കഴിയുന്നു. ആശയവിനിമയം അത് വ്യക്തതയോടെ ആകുവാനായി കഴിയുന്നു. മറ്റുള്ളവർ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കുവാൻ, അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ആശയ സംവേദനം നടത്തുവാൻ ശാന്ത മനസ്സ് എപ്പോഴും നമ്മെ സഹായിക്കുന്നു. പലപ്പോഴും ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് കുടുംബങ്ങൾക്കുള്ളിലാകട്ടെ, അയൽക്കാർ തമ്മിലാകട്ടെ, സമൂഹങ്ങൾ തമ്മിലാകട്ടെ, ശാന്തത നഷ്ടപ്പെടുമ്പോഴാണ് ബന്ധങ്ങൾ കലുഷിതമാകുന്നത്. ശാന്തമായ മനസ്സുള്ളവർക്ക് ബന്ധങ്ങളുടെ മനോജ്ഞത രുചിച്ചറിയുവാനും മനോഹാരിത അനുഭവിച്ചറിയുവാനും കഴിയുന്നു. ശാന്ത മനസ്സ് ജീവിതത്തെ ക്രിയാത്മകമാക്കുന്നു. നമുക്ക് സ്വതസിദ്ധമായി ലഭിച്ചിരിക്കുന്ന ഊർജം, അത് ചിന്തകളിലാകട്ടെ, അത് വാക്കുകളിലാകട്ടെ, അത് പ്രവൃത്തികളിലാകട്ടെ, നാം ഏർപ്പെടുന്ന ഏത് കാര്യത്തിലാകട്ടെ, അത് നന്മയ്ക്കു വേണ്ടി ചെയ്യുവാൻ, ശാന്തതയോടുകൂടി ചെയ്യുവാൻ നമുക്കാകുമ്പോൾ ക്രിയാത്മകമായി ഒരുപാട് കാര്യങ്ങൾ, സർഗാത്മകമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്കാകുന്നു. ശാന്തത നഷ്ടപ്പെടുമ്പോൾ പ്രക്ഷുബ്ധമായ മനസ്സോടുകൂടി നാം ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും ദോഷകരമായി വന്ന് ഭവിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് അറിയാമല്ലോ. ശാന്ത മനസ്സ് അതുകൊണ്ട് തന്നെ ദേഹത്തിന് ജീവൻ നൽകുന്ന അനുഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ മാത്രം ദേഹത്തിന് മാത്രമല്ല, നാമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അനേകരുടെ ശാരീരിക ഭൗതിക ജീവിതത്തിന് ശാന്ത മനസ്സുള്ളവർ ജീവസന്ധായകമായി ഇടപെടുന്നുവെന്ന് യാഥാർത്ഥ്യം തന്നെയാണ്. ശാന്ത മനസ്സുള്ളവർക്ക്
നന്നായി ഉറങ്ങുവാൻ കഴിയുന്നു എന്നതും ശ്രദ്ധേയമാണ്. നമ്മുടെ ഉറക്കക്രമവും ശാന്ത മനസ്സും വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവൻ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കണമെങ്കിൽ സ്വച്ഛന്തതയോടുകൂടി വിശ്രമിക്കുവാൻ കഴിയുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും അവകാശമാണ്. ആശങ്കയും ഭയവും നിരാശയും നിയന്ത്രിക്കുവാൻ കഴിയുന്ന അനുഭവത്തിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയുന്ന ഒരു ഉറക്കക്രമമുള്ള വ്യക്തിയുടെ ആരോഗ്യം, ജീവൻ തീർച്ചയായിട്ടും അനുഗ്രഹ അനുഭവമാണ്. ശാന്ത മനസ്സുള്ള ഒരു വ്യക്തിക്ക് സ്വയ അവബോധം വളരെ നല്ലതായിരിക്കും. ഞാൻ ആരാണ്? എന്താണ് എൻ്റെ ശക്തികൾ? എന്താണ് എൻ്റെ കുറവുകൾ എന്ന് സമചിത്തതയോടുകൂടി ചിന്തിക്കുവാൻ, വിലയിരുത്തുവാൻ, യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അതിനെ മനസ്സിലാക്കുവാൻ ശാന്ത മനസ്സുള്ള ഒരു വ്യക്തിക്ക് കഴിയുന്നു. അതുകൊണ്ട് തന്നെ താൻ അല്ലാത്ത ഒന്നിനെ ആണെന്ന് ഭാവിക്കുവാൻ ശ്രമിക്കുകയോ തൻ്റെ ശക്തികളിൽ ഉറപ്പ് ഇല്ലാതെ ഇരിക്കുകയോ തൻ്റെ കുറവുകൾ തിരിച്ചറിഞ്ഞ് ആ കുറവുകൾ തനിക്കില്ല എന്ന് ഭാവിക്കുവാൻ ശ്രമിക്കുകയോ ചെയ്യാതെ യാഥാർത്ഥ്യബോധത്തോടുകൂടി ജീവിക്കുവാൻ, യാഥാർത്ഥ്യബോധത്തോടുകൂടി ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുവാൻ ശാന്ത മനസ്സുള്ള വ്യക്തികൾക്ക് കഴിയുന്നുവെന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ശാന്ത മനസ്സ് പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയാറുണ്ട്. പലപ്പോഴും രോഗപ്രതിരോധ ശക്തിയെക്കുറിച്ച് പഠിക്കുന്ന, ഇമ്മ്യൂണോളജി പഠിക്കുന്ന വ്യക്തികളുമായി നാം സംസാരിക്കുമ്പോൾ മനസ്സിൻ്റെ പ്രക്ഷുബ്ധതയാണ് പ്രതിരോധ ശക്തിയെ ഇല്ലാതാക്കുന്നത് എന്ന വാദം അവർ ശാസ്ത്രീയമായി അംഗീകരിക്കുന്ന ഒരു വാദമായി മാറുന്നു. മനസ്സ് ശാന്തമാകുന്നിടത്ത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു. ശാന്ത മനസ്സോ ഉള്ള വ്യക്തികൾക്ക് പ്രശ്ന പരിഹാരം കാണുവാനുള്ള ശക്തി കൂടുതലാണ് എന്ന് പച്ചയായ യാഥാർത്ഥ്യമാണ്. നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റും ദിനംപ്രതി നേരിടുന്നവരാണ് നാം. പ്രക്ഷുബ്ധമായ മനസ്സോടുകൂടി, a cluttered mind, പലപ്പോഴും പ്രശ്നങ്ങളെ ശരിയായി അവലോകനം ചെയ്യുവാനോ മനസ്സിലാക്കുവാനോ വിലയിരുത്തുവാനോ നമുക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളോടുള്ള നമ്മുടെ പ്രതികരണങ്ങളും ശരിയായ രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അവിടെയാണ് ശാന്ത മനസ്സുള്ളൊരു വ്യക്തിക്ക് പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും പ്രശ്നങ്ങളെ വിലയിരുത്തുവാനും പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗം കണ്ടെത്തുവാനും എളുപ്പമായി മാറുന്നത്. നിലപാടുകൾ എടുക്കുമ്പോഴും മനസ്സിൻ്റെ സ്വച്ഛന്തത വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു. സംഘർഷ സാഹചര്യങ്ങളിൽ പൊടുന്നനെ എടുക്കുന്ന നിലപാടുകളും ശാന്തചിത്തതയോടുകൂടി സമചിത്തതയോടുകൂടി എടുക്കുന്ന തീരുമാനങ്ങളും വ്യത്യസ്തമാണ്. ശാന്തചിത്തതയോടെ നാം എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും സന്തുലിതമായ നിലപാടുകൾ ഉള്ള, യാഥാർത്ഥ്യ ബോധമുള്ള തീരുമാനങ്ങളായി മാറുന്നു. പലപ്പോഴും ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ എന്ന് പറയുന്നതിന് ഒരു കാരണം ശാന്ത മനസ്സുള്ളവർക്ക് വർദ്ധിച്ച സഹനശക്തി നമുക്ക് ലഭ്യമാകുന്നു. അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകില്ല എന്നല്ല, അവരുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകില്ല എന്നല്ല. പ്രതിസന്ധികളും വീഴ്ചകളും ഉണ്ടാകുമ്പോൾ അവർ തളർന്നു പോകുന്നില്ല, അവർ തകർന്നു പോകുന്നില്ല. വീഴ്ചയിൽ എല്ലാം അവസാനിക്കുന്നു എന്ന് കരുതുന്നില്ല. വീഴ്ചയിൽ അവർ നിരാശരാകുന്നില്ല. ഏത് വീഴ്ചയും ഏത് താഴ്ചയും സമചിത്തതയോടുകൂടി കാണുവാനും മനസ്സിലാക്കുവാനും അവതരിക്കുവാനും അതിൽ നിന്ന് ശക്തിയോടുകൂടി, വർദ്ധിതമായ സഹനശക്തിയോടുകൂടി, ഒരു റെസിലിയൻസോടുകൂടി ജീവിതത്തിലേക്ക് തിരികെ വരുവാനും മടങ്ങി വരുവാനും ശാന്തചിത്തത ഉള്ളവർക്ക് എളുപ്പത്തിൽ കഴിയുന്നുവെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സമയത്തിന്മേൽ ഉള്ള നിയന്ത്രണം, ടൈം മാനേജ്മെൻറ്റ്, ശാന്ത മനസ്സുള്ളവർക്ക് വളരെ വർദ്ധിച്ചിരിക്കുന്നുവെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. സ്വയക്ഷേമത്തെക്കുറിച്ചുള്ള ബോധ്യം, താൻ തന്നെ തൻ്റെ ആരോഗ്യത്തെ, തൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ, തൻ്റെ മനസ്സിൻ്റെ ആരോഗ്യത്തെ,
തൻ്റെ ആത്മീയ ആരോഗ്യത്തെ, തൻ്റെ വൈകാരിക ആരോഗ്യത്തെ, തൻ്റെ ബൗദ്ധിക ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് ശാന്തചിത്തതയുള്ളവർക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ വളരെ വളരെ സമചിത്തതയോടുകൂടി ഈ ഓരോ കാര്യങ്ങൾക്കും ചെയ്യേണ്ടത് എന്താണോ ആ കാര്യങ്ങൾ ചെയ്യുവാനും അങ്ങനെ ദേഹത്തിന് ജീവൻ നിലനിർത്തുവാനും സമഗ്രമായ ജീവൻ, സമഗ്രമായ ജീവിതത്തിന് സഹായകമായ രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കുവാനും അവർക്ക് കഴിയുന്നു. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ എന്നതിനെക്കുറിച്ച് ഇനിയും ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയുവാൻ കഴിഞ്ഞു എന്ന് വരാം. ഈ സദൃശവാക്യത്തിൻ്റെ മറുവശം കൂടി നാം ഇത്തരുണത്തിൽ ശ്രദ്ധിക്കണം. അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. ഖിനാവ് എന്ന എബ്രായ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന പലയിടങ്ങളിലും അതിന് അസൂയ എന്ന് തന്നെയാണ് വിവക്ഷ ചെയ്തിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ആസക്തി എന്ന് നൽകിയിരിക്കുന്ന വിവർത്തനവും ഈ വാക്കിൻ്റെ അർത്ഥവുമായി വളരെ ചേർന്ന് പോകുന്നതാണ്. എന്താണ് അസൂയ? ഇടയ്ക്കിടയ്ക്ക് ഈ ചോദ്യം ചോദിക്കുന്നത് ഉചിതമായിരിക്കും. മറ്റൊരാൾ നമ്മെക്കാൾ മികച്ചതാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ വ്യത്യസ്ത രീതിയിൽ അതിനോട് പ്രതികരിക്കുവാൻ നമുക്കാകും. അപരൻ്റെ നന്മയിൽ, അപരൻ്റെ വളർച്ചയിൽ സന്തോഷിക്കുക എന്നുള്ളത് ഒരു പ്രതികരണം. അവരൻ വളർന്നാൽ എന്ത്, വളർന്നില്ലെങ്കിൽ എന്നുള്ള നിസ്സംഗത മറ്റൊരു പ്രതികരണം. എന്നാൽ അപരൻ്റെ വളർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുത, അതാണ് അസൂയയുടെ നിദാനം. മറ്റൊരാൾക്ക് ഒരുപക്ഷെ നാം തുലനം ചെയ്യുമ്പോൾ നമ്മെക്കാൾ മികച്ച സാമ്പത്തിക സ്ഥിതി ഉണ്ടാകാം, വിദ്യാഭ്യാസ സ്ഥിതി ഉണ്ടാകാം, സൗന്ദര്യമുണ്ടാകാം, ശാരീരിക ക്ഷമതയുണ്ടാകാം, ജീവിതത്തിൽ അനവധി വിജയങ്ങളുണ്ടാകാം, ജീവിത നിലവാരം വളരെ ഉയർന്നതാകാം, ബന്ധങ്ങളിൽ മനോഹരമായ അനുഭവങ്ങളുണ്ടാകാം, നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറത്ത് കഴിവുകളുണ്ടാകാം. അസൂയ തുലനം ചെയ്യുന്നതിൽ നിന്ന് ഉണ്ടാകുന്ന യാഥാർത്ഥ്യമാണ്, അധിഷ്ഠിതമാണ്. ആ തുലനം ചെയ്യലിൽ എന്നെക്കാൾ മികച്ച ഒരാൾ ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ആ മികച്ച അനുഭവത്തെ നാം എങ്ങനെ കാണുന്നു? ഒരുപക്ഷെ അസൂയയോടുകൂടിയുള്ള പ്രതികരണം അത് ക്ഷുദ്രകരവും ദോഷകരവുമായി ഒരു വശത്തും, മറുവശത്ത് അപരൻ്റെ വളർച്ച കണ്ടിട്ട് എനിക്കും അത്തരത്തിലെത്തുവാൻ കഴിയുമെന്ന് പ്രോത്സാഹനജനകമായി, നിരുപദ്രവകാരിയായി ചിന്തിക്കുവാനും നമുക്കാകും. എന്നാൽ ഇവിടെ അസൂയ എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ എല്ലുകളെ കാർന്നു തിന്നുന്ന, അസ്ഥികളെ കാർന്നു തിന്നുന്ന പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. വൈകാരിക പ്രതിഫലനങ്ങൾ അസൂയയുടെ ഭാഗമാണ്. അപരൻ്റെ നന്മ കണ്ടിട്ട് ദുഃഖിക്കുന്നവർ, എനിക്ക് അതുപോലെ കിട്ടുന്നില്ലല്ലോ എന്ന മാത്രം ദുഃഖമല്ല, അയ്യോ അയാൾക്കതൊക്കെ കിട്ടുന്നുവല്ലോ, എത്ര വ്യത്യസ്തമാണ്, എത്ര അനുഗ്രഹകമാണ് എന്ന് പറഞ്ഞ് അപരൻ്റെ വളർച്ചയിൽ ദുഃഖിക്കുന്ന അനുഭവം അസൂയ. അപരൻ്റെ നന്മയിൽ ദേഷ്യപ്പെടുക എന്നുള്ളതാണ് അസൂയയുടെ മറ്റൊരു പ്രതിഫലനം. അപരൻ്റെ വളർച്ച കണ്ടിട്ട്, സഹോദരൻ്റെ നന്മ കണ്ടിട്ട് ഭയപ്പെടുന്ന അനുഭവവും അസൂയയുടെ ഭാഗമാണ്. എന്നാൽ അത് പലപ്പോഴും സ്വയ നിന്ദയിലേക്കും ചെന്നെത്തുന്നു നാം തിരിച്ചറിയണം. എനിക്ക് അത്തരത്തിൽ ആകുവാൻ കഴിയുന്നില്ലല്ലോ എന്ന ചിന്ത എൻ്റെ ജീവിത അവസ്ഥകളെ തന്നെ ബാധിക്കുന്ന അവസ്ഥ. അത് സ്വാഭാവിക പ്രതികരണങ്ങളിലേക്ക് വഴിതെളിക്കുന്നു. ചിലപ്പോൾ അപരൻ്റെ വളർച്ച അസൂയയായി ഉള്ളിലുള്ളപ്പോഴും
ഒരു തരത്തിലുള്ള നിസ്സംഗത, പ്രതികരണമില്ലാത്ത അവസ്ഥ, ഒരു തരത്തിലുള്ള ഒഴിഞ്ഞുമാറൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. എന്നാൽ പല അവസരങ്ങളിലും അസൂയ ദ്രോഹകരമായ പ്രതികരണങ്ങളിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നു എന്ന പച്ചയായ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അതൊരു പക്ഷേ സ്വഭാവ ഹത്യയിലൂടെയാകാം, അയാളെക്കുറിച്ച് നാം പറയുന്ന വാക്കുകളിലൂടെയാകാം, അയാളുടെ വളർച്ചയെ ഇല്ലാതാക്കണം എന്ന ആഗ്രഹത്തോടുകൂടി നാം ചെയ്യുന്ന ചെറുതും വലുതുമായ കുൽസിത പ്രവർത്തനങ്ങളിലൂടെയാകാം. അസൂയ ഉളവാക്കുന്നതായിട്ടുള്ള പ്രതികരണങ്ങൾ പലപ്പോഴും ദോഷകരമാണ്. സാംസ്കാരിക പശ്ചാത്തലങ്ങൾ വ്യത്യസ്തമായിരിക്കവേ തന്നെ അവരൻ്റെ നന്മയിലും അവരൻ്റെ വളർച്ചയിലുമുള്ള നമ്മുടെ പ്രതികരണങ്ങളും പലപ്പോഴും വ്യത്യസ്തമായിരിക്കും എന്ന് നാം തിരിച്ചറിയണം. അസൂയ അതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ ബാധിക്കുന്നു? എന്തുകൊണ്ടാണ് അസൂയ അസ്ഥികൾക്ക് ദ്രവത്വം എന്ന് ജ്ഞാനി രേഖപ്പെടുത്തുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അസൂയ ബന്ധങ്ങളെ തകർക്കുന്നു. സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കേണ്ടവർ പരസ്പരം സംശയിക്കുകയും പരസ്പരം വെറുക്കുകയും പരസ്പരം അകലുകയും ചെയ്യുമ്പോൾ ഒരിക്കലും അടുത്തു വരാനാകാത്ത വിധമുള്ള ഗർത്തങ്ങൾ അസൂയ മനുഷ്യരുടെ ഇടയിൽ സൃഷ്ടിക്കുന്നു. അതൊരു പക്ഷേ കുടുംബങ്ങളിലുണ്ടാകാം. ഒഥല്ലോ, സംശയവും അസൂയയും ആ കഥയുടെ കേന്ദ്രഭാവങ്ങളായി മാറുന്നതായി നമുക്കറിയാം. അസൂയ ഉണ്ടാകുമ്പോൾ നാം ഇപ്പോൾ കേട്ടതുപോലെ നമ്മുടെ സ്വയ അവബോധം നഷ്ടമാകുന്നു, സ്വ അഭിമാനം നഷ്ടമാകുന്നു. അപരനുമായി തുലനയും ചെയ്യുമ്പോൾ ഞാൻ ആരുമല്ല എന്ന ചിന്ത, അത് വേദനാജനകമായ ഒരവസ്ഥയിലേക്ക്, ചിലപ്പോൾ വിഷലിപ്തമായ പ്രതികരണങ്ങളിലേക്ക് നയിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്ന പച്ചയായ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അസൂയ ബന്ധങ്ങളിൽ കയ്പും നീരസവും നിറയ്ക്കുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ കയ്പും ഈ നീരസവും അത് അപരനെ ബാധിക്കുന്ന ഒന്നേയല്ല. അപരൻ ഒരുപക്ഷെ അതിനെക്കുറിച്ച് അറിയുന്നു പോലുമില്ല. സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി ആയിരിക്കേണ്ടുന്ന നാം ആ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ അവസ്ഥകളുടെ നടുവിൽ കയ്പും നീരസവും ഉള്ളിൽ വഹിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, സ്നേഹിതരെ, നമ്മുടെ തന്നെ തകർച്ചയുടെ അനുഭവമാണ്. നമ്മുടെ തന്നെ അസ്ഥികൾ ദ്രവത്വം കാണുന്ന, നമ്മുടെ തന്നെ ഉള്ളുകൾ ഇങ്ങനെ കയ്പിനാൽ, നീരസത്താൽ, കയ്പിനാൽ നിറയുന്ന അവസ്ഥയും അനുഭവവുമായി മാറുന്ന ചിത്രമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം ഇല്ലാതെയാക്കുന്നു, അത് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷമില്ലാതെയാക്കുന്നു, അത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വച്ഛന്തതയില്ലാതാക്കുന്നു, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ശാന്ത മനസ്സിനെ ഇല്ലാതെയാക്കുന്നു. നമ്മുടെ മനസ്സിനെ അത് പ്രക്ഷുബ്ധമാക്കുന്നു, നമ്മുടെ മനസ്സിനെ അത് കലുഷിതമാക്കുന്നു. പ്രക്ഷുബ്ധവും കലുഷിതവുമായ മനസ്സ് ശരീരത്തിൻ്റെ ജീവനെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുകയും ചെയ്യുന്നുവെന്ന് ജ്ഞാനി ഓർമ്മപ്പെടുത്തുന്നത് ശ്രദ്ധയോടുകൂടെ നാം കേൾക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും അസൂയ മൂലം ഉണ്ടാകുന്ന ഉപദ്രവകരമായ പ്രതികരണങ്ങൾ അത് തലമുറകളെ ബാധിക്കുന്ന അനന്തരഫലങ്ങളിലേക്ക് നയിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നമ്മുടെ പ്രതികരണങ്ങൾ അസൂയയുടെ കയ്പ് നിറഞ്ഞതാണെങ്കിൽ സങ്കടകരമാണ് ആ അവസ്ഥ. അസൂയയുടെ മറ്റൊരു പ്രതിഫലനം അത് അതൃപ്തിയാണ്, ക്രോണിക് ഡിസ്സാറ്റിസ്ഫാക്ഷൻ.
ഒരിക്കലും വിട്ടുമാറാത്ത ഒരു അതൃപ്തി. നമുക്ക് എന്ത് തന്നെ ഉണ്ടെങ്കിലും ശരി, അവരെൻ്റെ സമ്പത്തിനെ ഓർത്ത് നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ കഴിയാതെ പോകുന്ന അവസ്ഥ. അവരെൻ്റെ സന്തോഷത്തെ ഓർത്ത് നമുക്കുള്ളത് കൊണ്ട് സന്തോഷിക്കുവാൻ കഴിയാതെ പോകുന്ന അവസ്ഥ. അവരെൻ്റെ സൗന്ദര്യത്തെ ഓർത്ത് നമ്മുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുവാൻ കഴിയാതെ പോകുന്ന അവസ്ഥ. ആ നിത്യമായ അതൃപ്തിയാണ് അസ്ഥികളെ തന്നെ കാർന്നു തിന്നുന്ന അവസ്ഥയിലേക്ക്, നമ്മുടെ സന്ധി മജ്ജകളിലേക്ക്, നമ്മുടെ അസ്ഥികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അനുഭവമായി മാറുന്നത്. അസൂയ ഉളവാക്കുന്ന മറ്റൊരു പ്രതിസന്ധി ശുഭകരമല്ലാത്ത മത്സരബുദ്ധി അതുണ്ടാക്കുന്നുള്ളതാണ്. മത്സരം നല്ലതാണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മത്സരം നല്ലതാണ്. പക്ഷേ അത് ആശ്വാസ്യമല്ലാത്ത ഒരു മത്സരക്രമമായി മാറുമ്പോഴോ, അത് ശുഭകരമല്ലാത്ത ഒരു മത്സരക്രമമായി മാറുമ്പോഴോ ആ മത്സരങ്ങൾ അനാവശ്യമായിട്ടുള്ളതാണ്. അനാവശ്യമായ ആ മത്സരങ്ങൾ കൊണ്ട് ആർക്കും ഒന്നും നേടുവാനില്ല. പലപ്പോഴും അത് നഷ്ടങ്ങളിൽ മാത്രം കലാശിക്കുന്നു. അവരെൻ്റെ പേരും പെരുമയും കണ്ട് നിരാശപ്പെടുന്ന ഞാൻ, അവരെൻ്റെ പേരും പെരുമയും ഇല്ലാതെയാക്കുവാൻ പടച്ചുണ്ടാക്കുന്ന കഥകളും മാർഗങ്ങളും ഒരുപക്ഷെ അവരെൻ്റെ പേരിനെയും പെരുമനെയും ബാധിച്ചാലും, ഒരുപക്ഷെ അതുമൂലം നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ആ അനാവശ്യ സങ്കടം അത് വർണ്ണനാതീതമാണ്. താൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചതെന്ന് എന്തെങ്കിലും തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന വേദന അത് മനുഷ്യ സഹജമാണ്. അസൂയ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, അതിനെക്കുറിച്ചും നാം ശ്രദ്ധിക്കാതിരിക്കരുത്. മാനസിക സമ്മർദ്ദങ്ങളും വൈകാരിക സമ്മർദ്ദങ്ങളും പലപ്പോഴും ശരീരത്തിൻ്റെ സ്വാസ്ഥ്യത്തെ തന്നെ ബാധിക്കുകയും അത് അസുഖകരമായ ജീവനെ എടുത്തുകളയുന്ന അവസ്ഥയിൽ കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യും. ശാന്തമനസ്സ് ജീവദായകം എന്ന് പറയുന്നത് പോലെ അസൂയ നിറഞ്ഞ മനസ്സ് ജീവനെ എടുത്തുകളയുന്ന അവസ്ഥയിലേക്ക് പോലും നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. അസൂയയുടെ മറ്റൊരു പച്ചയായ പരിണിത ഫലമാണ് ഒറ്റപ്പെടൽ. അസൂയാലുവായ ഒരു മനുഷ്യനെ അയാളുടെ സ്വഭാവ ഗണത്തെ തിരിച്ചറിയുന്നവർ ഒഴിവാക്കുന്നത് സ്വാഭാവികം മാത്രം. അയാളെ അംഗീകരിക്കാതിരിക്കുക സ്വാഭാവികം മാത്രം. അയാളെ സംശയത്തോടെ കാണുക സ്വാഭാവികം മാത്രം. അത് ആ മനുഷ്യൻ്റെ ഒറ്റപ്പെടലിലേക്ക് വഴി നടത്തുന്നു. ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധ വെച്ച് ചെയ്യുവാൻ കഴിയാതെ ജീവിതം കുഴഞ്ഞ് മറിയുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ സദൃശവാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ അസ്ഥികൾക്ക് ദ്രവത്വമുണ്ടാക്കുന്ന അസൂയയെക്കുറിച്ചും ദേഹത്തിന് ജീവൻ ദായകമായ ശാന്ത മനസ്സിനെക്കുറിച്ചും ഞാനീ പറയുമ്പോൾ അതിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഉയർത്തുന്ന ചോദ്യങ്ങൾ എന്തെല്ലാമാണ്? അസൂയയുടെ ലാഞ്ചനയോ കണികയോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെങ്ങനെ നമുക്ക് രക്ഷ നേടാം എന്ന് നാം തിരിച്ചറിയണം. കാരണം അത് അസ്ഥികളെപ്പോലും ദ്രവത്വത്തിലേക്ക് നയിക്കുന്ന, ഉള്ളിൽ നാശത്തിലേക്ക് നയിക്കുന്ന യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. നമ്മുടെ മനസ്സ് ശാന്തതയുള്ളതാണോ? അല്ല കുഴഞ്ഞ ചേറിൻ്റെ അവസ്ഥയിലോ കാറിലും കോറിലും പെട്ട് ഉലയുന്ന സമുദ്രത്തിൻ്റെ തിരമാലകളുടെ അവസ്ഥയിലോ പ്രക്ഷുബ്ധമായതാണോ? ഈ പ്രക്ഷുബ്ധതയും ശരീരത്തിൻ്റെ ജീവനും തമ്മിൽ ബന്ധപ്പെട്ടതാണെന്നുള്ള വലിയ തിരിച്ചറിവ് അത് ദേഹത്തിന് ജീവദായകമായ ശാന്ത മനസ്സ് ദൈവമേ ഞങ്ങൾക്കേകണമേ എന്ന പ്രാർത്ഥനയിലേക്ക്, അസൂയ നിറഞ്ഞ മനസ്സിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന യാചനയിലേക്ക് അത് നമ്മെ നയിക്കണം. അത് നമ്മുടെ പ്രാർത്ഥനയാകണം. അതുകൊണ്ട് ഈ സദൃശവാക്യം നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ പുതു ശക്തിയും പുതുജീവനും പുത്തനാരംഭവും പകർന്നു നൽകുവാൻ
നമുക്ക് പ്രചോദനമാകുന്ന ഒരു സദൃശ്യവാക്യമാകണം, സദൃശവാക്യ ധ്യാനമാകണം. സദൃശ്യവാക്യങ്ങൾ 14 അധ്യായം അതിൻ്റെ 30 വാക്യം. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. പരമമായ യാഥാർത്ഥ്യങ്ങളെ വിളിച്ചോടുന്ന ഈ സദൃശവാക്യത്തിൻ്റെ അവഗാഹമായ പൊരുൾ ഗ്രഹിപ്പാൻ സർവജ്ഞാനിയായ ദൈവം എനിക്കും നിങ്ങൾക്കും വിവേകവും വിനയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.